ഇന്നത്തെ ടോപ്പിക്ക് ആവറേജ് പാർട്ട് 3. Marks obtained by 10 students are 23, 25, 37, 36, 27, 28, 29, 24, 34 ആണ് കേട്ടോ. 34, 36, 38. The average mark obtained by 10 students or 10 സ്റ്റുഡൻസിൻ്റെ മാർക്കാണ് കേട്ടോ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 മാർക്കുകളുണ്ട്. ആവറേജ് മാർക്ക് എത്രയെന്ന് വേഗം കാൽക്കുലേറ്റ് ചെയ്ത് പറയൂ. എല്ലാ മാർക്സും കൂടി കൂട്ടുക. താഴെ എത്ര മാർക്സ് ഉണ്ട് അതിൻ്റെ എണ്ണം ഡിവൈഡ് ചെയ്ത് പറയാം. സോ ഇവിടെ തന്നിരിക്കുന്ന മാർക്ക് 23, 25, 37, 36, 27, 28, 29, 34, 36, 38. ഇത് ഒറ്റയടിക്ക് നിങ്ങൾക്ക് പ്ലസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു 5-5 എടുത്ത് ചെയ്യൂ. 23, 25, 37, 36, 27. 3, 5, 8, 7, 8, 15,
15 6 21 21 7 28 2 4 6 സോറി 2 4 6 3 2 ഉണ്ട് 6ആയി 6 3 9 12 14 148 അതിവിടെ എഴുതി. പിന്നെ ഈ 5 പ്ലസ് ചെയ്തോളൂ 28 29 34 36 38 ഇത് പ്ലസ് ചെയ്യും. സോ 28 8 9 17 പിന്നെ ഒരു 4 21 ഒരു 6 27 35 3 5 10 15 16 165. എന്താടാ അതെയോ? ശരി. 313 ടോട്ടൽ കിട്ടി. അവന്തികയ്ക്ക് കിട്ടിയോ? അപ്പം ആവറേജ് എത്രയാണെന്ന് അറിയണമെങ്കിൽ താഴെ ഞാൻ എന്ത് നമ്പർ ഇട്ട് കൊടുക്കേണ്ടത്? നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഇട്ട് കൊടുക്കണം. എത്രയാണ് നമ്പർ ഓഫ് ഒബ്സർവേഷൻ? 10. 10. സോ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻസ് പറഞ്ഞുതരാം. 30, രണ്ടാമത്തെ ഓപ്ഷൻ 30.3, മൂന്നാമത്തെ ഓപ്ഷൻ 31, നാലാമത്തെ ഓപ്ഷൻ 31.3. ഇതിലേതാ? യെസ്, കറക്റ്റ്. ഒരു പെന്നിൻ്റെ ശേഷം ഒരു സൈഫറേ ഉള്ളൂ. സോ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് കൗണ്ട് ചെയ്ത് വരുന്നു. ഒരേ ഒരു സ്ഥാനം മാറ്റി നിർത്തിയിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുന്നു. 31.3 തന്നെയാണ്. ഇവിടെ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ 31.3? എവിടെയാ ഈ സിസ്റ്റം വെച്ച്? സിസ്റ്റം 148 165. ആ, ഇവിടെ 113 കിട്ടിയിരുന്നത്. ആ 113 ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. താഴെ നമ്പർ ഓഫ് ഒബ്സർവേഷൻ 10, 2 ഡിവൈഡ് ചെയ്താൽ 31.3. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോവാം. പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്. Of all natural numbers from 521 and 525 is what? The average of all natural number from 521 and 525 is. എന്താ ചെയ്യാൻ പറഞ്ഞിരിക്കണേ? ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ആവറേജ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് പറഞ്ഞാൽ എന്താ? നാച്ചുറൽ നമ്പർ പറഞ്ഞാൽ ഒന്നെന്ന് തുടങ്ങുന്നതിനെയാണ് നമ്മൾ നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത്. 0 എന്ന് തുടങ്ങുന്നുണ്ട് എങ്കിൽ അതിനെ ഹോൾ നമ്പർ എന്നാണ് പറയുന്നത്. 1, 3, 5, 7 ഇങ്ങനെ പോകുന്നത് ഓഡ് നമ്പേഴ്സ്. 2, 4, 6, 8 ഇങ്ങനെ പോകുന്നത് ഈവൻ നമ്പേഴ്സ് കേട്ടോ. ഇതൊക്കെ നമ്പേഴ്സാണ്. എന്തൊക്കെയാണ് നമ്പേഴ്സിനെ പിരിക്കാം. ഇത് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പർ പറഞ്ഞാൽ 1 മുതലാണ് തുടങ്ങുക. 0 മുതൽ തുടങ്ങിയാൽ അത് ഹോൾ നമ്പേഴ്സ് എന്നാണ് പറയുക. 1, 3, 5, 7 ഇതിനെ ഓഡ്. ഇത് ലാസ്റ്റ് വൺ ഇസ് ഈവൻ. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈസി ക്വസ്റ്റ്യൻ ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 521 മുതൽ 525 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് എഴുതുക. അപ്പോൾ എന്തൊക്കെ വരും ഗസ് ചെയ്യാൻ പറ്റുമോ? 521 കഴിഞ്ഞാൽ എന്ത് നമ്പർ വരണം? 522 വരണം. പിന്നെ 523, 524, അത്ര തന്നെയുള്ളൂ. ഇനി ഈ 5 നമ്പറിൻ്റെയും ആവറേജ് കാണും. പറയും
എനിക്ക് മൊത്തത്തില് 523 കിട്ടിയ എത്രയാ? 2615. 2615. നിങ്ങളൊരു കാര്യം മറന്നു. എന്തായാലും ഞാൻ പറയാം. താഴെ 5 വരുമോ? 5അല്ലേ വരിക? 5 നമ്പർ ഉണ്ട്, 5 വരും. വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. 2615 ഡിവൈഡഡ് ബൈ 5 എന്ന് ചെയ്യണം. 26ൽ 5 5 തവണ, ബാലൻസ് 1. ഈ 1നെ ഇറക്കിയിട്ടു. 11ൽ 5 2 തവണ, ബാലൻസ് 1. ഈ 5 ഇറക്കിയിട്ടു 3 തവണ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും മൈൻഡിൽ തോന്നുന്നുണ്ടോ? വരുന്ന നമ്പർ ആ, മിടുക്കി. കറക്റ്റ്. 523. ഇതെങ്ങനെയുണ്ട്? ഇടയ്ക്കിടയ്ക്ക് എല്ലാറ്റിലും ഒന്നാണ് ഡിഫറൻസ്. അതിനാണ് ഇവിടെ ഓൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുകയും ചെയ്തു. ഇതിൻ്റെ ഇടയിൽ കൂടെ വരുന്ന നമ്പറാണെന്ന് പറയുകയും ചെയ്തു. സോ നമ്മളിങ്ങനെ എഴുതുമ്പോൾ തന്നെ എപ്പോഴും ശ്രദ്ധിക്കണം. നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ചെയ്തു തീർക്കാം എന്നുള്ളതാണ് തലയിൽ ഉണ്ടാവേണ്ടത്. സോ 521, 522, 23, 24, 25 എല്ലാറ്റിലും 1 ആണ് ഡിഫറൻസ് വരുന്നത്. അപ്പൊ ഇടയിൽ വരുന്ന നമ്പർ അതിൻ്റെ ആവറേജ്. സോ 523 എന്ന് പറയുന്നത് ആവറേജ്. എത്ര സമയം എടുത്തു നമുക്ക് ആഡ് ചെയ്യാനും ഡിവൈഡ് ചെയ്യാനും ഒക്കെ? കുറേ സമയം എടുത്തില്ലേ? പക്ഷെ നമ്മൾ അതിൻ്റെ ഈസി മെത്തേഡ് പഠിച്ചു വെച്ചുവെങ്കിൽ എളുപ്പമാവും കേട്ടോ. ഇനി അടുത്തത് the average. ഈ പ്രൈം നമ്പറൊക്കെ പഠിച്ചു വെച്ചോ? ഈശാൻ ചോദിച്ചപ്പോൾ പറയണ്ടായിരുന്നു. The average of first 9 prime numbers. ഏതൊക്കെയാ പ്രൈം നമ്പർ? പറയൂ. 5 7 9 വന്ന പ്രൈം നമ്പർ അല്ല. 11 13 50 16 15 വരില്ല. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ 1 മുതൽ 100 വരെയുള്ള പ്രൈം നമ്പേഴ്സ് പഠിച്ചെടുത്തോളൂ കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് റിലേറ്റഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യനെങ്കിലും മിനിമം വരാതിരിക്കില്ല പ്രൈം നമ്പർ വെച്ചിട്ട്. സോ 1 മുതൽ 100 വരെ ഉള്ള പ്രൈം നമ്പർ പഠിച്ചു വയ്ക്കുക. 1 മുതൽ 100 വരെയുള്ള അയച്ചുതരാം. അപ്പോൾ 2 3 5 7 11 13 16. അയ്യോ 16 അല്ല കേട്ടോ, 16 അല്ല, സോറി 17 19 23. എത്ര എണ്ണയായി? 9 ആയില്ലേ? 9 എണ്ണമാണ് വരെ ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആവറേജ് ഇതിപ്പോൾ നമുക്ക് കോൺസിക്യൂട്ടീവ് അല്ല. എന്താ വെച്ചാൽ ഇവിടെ 1 ഡിഫറൻസ്, ഇവിടെ 2, ഇവിടെ 2, ഇവിടെ 2, ഇവിടെ 2, ഇവിടെ 4, ഇവിടെ 2, ഇവിടെ 4 ഇങ്ങനെയാണ് വരുന്നത്. ഇത് കോൺസിക്യൂട്ടീവ് വെച്ചാൽ തുടർച്ചയായ നമ്പറല്ല വരുന്നത്. അപ്പോൾ നമുക്ക് മിഡിൽ നമ്പർ എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ആസ് യൂഷ്വൽ മോഡൽ എല്ലാറ്റിനെയും ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ എത്ര നമ്പർ ഉണ്ടോ അത്ര നമ്പർ.
ചെയ്തിട്ട് ആൻസർ പറയും. ഇതൊക്കെ ആഡ് ചെയ്യല്ലേ? ആ ചെയ്യണം. ഹൺഡ്രഡ്. ആഡ് ചെയ്തപ്പോൾ 100 കിട്ടി. ഓക്കെ, ക്ലിയർ. സോ ആവറേജ് എന്ന് പറയുന്നത് സം ഓഫ് ദി ഒബ്സർവേഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. നമ്പർ ഓഫ് ഒബ്സർവേഷൻ എത്രയുണ്ട്? 9. ആ, പക്ഷേ ഇവിടെ ഓപ്ഷൻ എങ്ങനെയൊക്കെ തന്നിരിക്കുന്നത് പറയാം. ഫസ്റ്റ് ഓപ്ഷൻ 9, രണ്ടാമത്തെ ഓപ്ഷൻ 11, മൂന്നാമത്തെ ഓപ്ഷൻ 11 2/9, നാലാമത്തെ ഓപ്ഷൻ 11 1/9. ഇതിൽ ഏതായിരിക്കും? 11. വെറും 11 അല്ല, മിക്സഡ് ഫ്രാക്ഷൻ ആക്കിയിട്ട് തന്നിരിക്കുകയാണ് 100/9. സോ ഈ നമ്പറിനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കൂ. എങ്ങനെ ആക്കണ്ടേ? ആദ്യം 100നെ 11 1/9. 99 ടൈംസ്, അല്ലല്ല സോറി 99 അല്ല, 11 ടൈംസ് വരും. അല്ലെങ്കിൽ 11 11 ടൈംസ് വരും. 1/9. ബാലൻസ് ഉണ്ടോ? അപ്പം എങ്ങനെ വരും? എങ്ങനെ മിക്സഡ് ഫ്രാക്ഷനിൽ എഴുതുക? ഇതിലേതാ ആൻസർ? ലാസ്റ്റ് വൺ. ലാസ്റ്റ് വൺ ശരിയാണ്. ആദ്യം നമ്മൾ കോഷ്യൻ്റ് എഴുതുന്നു, പിന്നെ റിമൈൻഡർ എഴുതുന്നു, താഴെ ഡിവൈസർ എഴുതുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Average of first 6 even number. ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, 6 പറഞ്ഞിട്ടുണ്ട്, ഈവൻ നമ്പർ എന്നും പറഞ്ഞിട്ടുണ്ട്. ഈവൻ നമ്പർ ആദ്യം എടുത്ത് എഴുതൂ, അതിലത്തെ മിഡിൽ നമ്പർ എഴുതിയാലും മതിയാവും. അപ്പോൾ എഴുതൂ. അതെ, ഇതൊന്ന് എഴുതിയെടുക്കും. ഞാൻ പറയണ കാര്യം www.navodaya.government.in ഈ ഒരു സൈറ്റിൽ പോയാലാണ് നിങ്ങളുടെ കോൾ ലെറ്റർ വന്നിട്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. എഴുതി വയ്ക്കൂ. എന്നിട്ട് അച്ഛനടുത്തോ അമ്മയടുത്തോ ആരുടെടുത്തെങ്കിലും പറയൂ. ഇവിടെ എവിടെയും തന്നെ സ്പേസ് ഇല്ല കേട്ടോ. www.navodaya navodaya.gov.government.in. ഓക്കെ, ഇതിൽ രജിസ്ട്രേഷൻ നമ്പർ അടിച്ചു കൊടുക്കുക. രജിസ്ട്രേഷൻ നമ്പർ അടിച്ചു കൊടുത്തതിൻ്റെ ശേഷം ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടല്ലേ, ഡേറ്റ് ഓഫ് ബർത്ത് എഴുതി കൊടുക്കുക. അത് എഴുതി കൊടുത്തുവെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗൺലോഡ് ആക്കാൻ പറ്റും. കോൾ ലെറ്റർ വന്നിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ശരി, ഫസ്റ്റ് 6 ഈവൻ നമ്പേഴ്സ്. ഈവൻ നമ്പേഴ്സ് ഏതൊക്കെയാ പറയൂ. 2 4 6 8 6 10. ആ,
12, 12. 12, 40. മതി 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 6 മതിയല്ലോ. അപ്പം ഇതിൽ ഏതാണ് മറ്റേ ആവറേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ മിഡിൽ നമ്പർ കാണാനില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ രണ്ട് നമ്പറിനെയും ആഡ് ചെയ്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇതിന് മിഡിൽ നമ്പർ കിട്ടും. സോ 6+8 എത്രയാണ്? 14. 14/2 എത്രയാണ്? 7. സോ 7 ആയിരിക്കും ഇതിൻ്റെ മിഡിൽ നമ്പർ. ഇതിനിങ്ങനെ പകുതിയിൽ മുറിച്ച് കഴിഞ്ഞാൽ 6ൻ്റെയും 8ൻ്റെയും ഇടയ്ക്ക് വരുന്നത് 7 അല്ലേ? അപ്പോൾ 7 ആവറേജ്. അല്ലെങ്കിൽ എല്ലാം കൂടി ആഡ് ചെയ്തോളൂ. ആവറേജ് വിച്ച് ഇസ് ഈക്വൽ ടു 2 + 4 6, 6 + 6 വന്നിട്ട് 12, 12 + 8 20, 30, 42 വരും. 42 ÷ 6 ചെയ്യുമ്പോൾ 7 വരും ആൻസർ. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ. ഫസ്റ്റ് find the average of first 10 natural numbers. Find the average of first 10 natural numbers. Natural numbers ഏതൊക്കെയാ വന്നിക? 1, നാച്ചുറൽ നമ്പേഴ്സ് 2, 1 എന്നാണ് തുടങ്ങുക. പറഞ്ഞോളൂ. 5, 6, 7, 8, 9, 10 എഴുതി. ഇനി ഇതിൻ്റെ ആവറേജ് എന്തായിരിക്കും? 10 പറയുന്നത് ഈവൻ നമ്പറാണ്. 5 പറയാൻ പറ്റില്ല. എന്താ റീസൺ? അത് ഇടയ്ക്ക് വരുന്ന നമ്പർ അല്ല. ഈക്വലായിട്ട് ഈ സൈഡും എനിക്ക് പോയി. അപ്പോൾ 5ൻ്റെയും 6ൻ്റെയും ഇടയ്ക്ക് വരുന്ന നമ്പറായിരിക്കും. അപ്പോൾ 5.5 ആയിരിക്കും ആൻസർ കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്തോ. ആഡ് ചെയ്തിട്ട് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് എത്രയെന്ന്. ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പറിൻ്റെ സമ്മ് നോക്കിക്കഴിഞ്ഞാൽ 55 വരിക. ഡിവൈഡഡ് ബൈ 10. സോ 5.5 ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ആവറേജ് ഓഫ് 5 മൾട്ടിപ്പിൾ. ഫസ്റ്റ് 5 മൾട്ടിപ്പിൾ ഓഫ് 3ൻ്റെ 5 മൾട്ടിപ്പിൾ എടുത്ത് എഴുതുക. എന്നിട്ട് അതിൻ്റെ ആവറേജ് എത്രയാണെന്ന് നോക്കുക. 3ൻ്റെ ഫസ്റ്റ് എന്ന് ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് 5 മൾട്ടിപ്പിൾ ഓഫ് 3 ഏതൊക്കെയാണ്? പറയൂ. 3, 6, 9, 12, 50. മതി 5 മൾട്ടിപ്പിൾ കിട്ടി. ഓഫ് 3ൻ്റെ കിട്ടി. ഇനി ഇതിൻ്റെ ആവറേജ് എന്തായിരിക്കും? ഈസിയാണ്. 9 കറക്റ്റാണ്. മിഡിൽ നമ്പർ. ഇതിൽ പിന്നെ ഓഡ് നമ്പേഴ്സാണ്. 1, 2, 3, 4, 5 ആണ്. അങ്ങനെ ആകുമ്പോൾ മിഡിൽ നമ്പറിനെ ഡയറക്റ്റായിട്ട് എടുക്കാൻ പറ്റും. ഈ കേസിൽ 10 എന്ന് പറയുന്നത് ഈവൻ നമ്പറാണ് അല്ലേ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഈവൻ നമ്പർ ആയതാണ്. കറക്റ്റായിട്ട് നമുക്ക് പിരിക്കാൻ പറ്റില്ല. കറക്റ്റായിട്ട് ഇടയ്ക്കുള്ള നമ്പർ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ 2 നമ്പറിനെ ആഡ് ചെയ്യുക. അപ്പോൾ 11 കിട്ടും. ഡിവൈഡ് ബൈ 2 ചെയ്താൽ 5.5 കിട്ടും. അതുപോലെ ഇതിൽ മിഡിൽ നമ്പർ ഓൾറെഡി ഉണ്ട്. സോ 9 കൃത്യമായിട്ട് കിട്ടി. ഓക്കെ. ബാക്കിയുള്ള ക്വസ്റ്റ്യൻ. ഇന്ന് ഈവനിങ് ശ്രദ്ധിച്ചോളൂ. ഇന്ന് ഈവനിങ് ഞാൻ ചിലപ്പോൾ ക്ലാസ് വയ്ക്കും. ഇന്ന് ഈവനിങ്. സോ നെറ്റ് അധികം യൂസ് ചെയ്യേണ്ടെന്ന് പറഞ്ഞോളൂ അച്ഛനമ്മൻ്റെ അടുത്ത്. നിങ്ങൾ യൂസ് ചെയ്യേണ്ട. ഈവനിങ് ടൈം എത്രയാണെന്ന് ഞാൻ ഇന്നൊരു ഉച്ചയ്ക്ക് ശേഷം മെസ്സേജ് ഇടുന്നുണ്ടാവും കേട്ടോ. ഓക്കെ. ഇന്നോടുകൂടി ആവറേജ് കഴിയും. ഓക്കെ. ബൈ.